അകത്തും പുറത്തും ആർദ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക ജീവിതത്തിൽ എഴുത്തിലൂടെ അത് പുനഃസൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന കവിയാണ് വി മധുസൂദനൻ നായർ. അദ്ദേഹത്തിന്റെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത മാതൃത്വത്തിന്റെ പ്രാധാന്യവും മാതൃഭാഷയുടെ മഹത്വവും പാരമ്പര്യവും വിളിച്ചോതുന്നതാണ്. നഗരജീവിതത്തിനിടയിൽ കവി കണ്ടെത്തുന്ന അമ്മയുടെ എഴുത്തുകളാണ് ഈ കവിതയുടെ പ്രമേയം. അമ്മ തൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ, തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിനു മോടി കൂട്ടും നേരമൊന്നായടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ. പട്ടണക്കോപ്പു നിറയ്ക്കയാലിച്ചില്ലു പെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെന്റെയും. കാൽപ്പെട്ടിയിൽ വച്ചു താഴിട്ടു പിന്നിലെ ചായ്പിലൊളിച്ചാലറിയില്ല കുട്ടികൾ. യാദൃച്ഛികമായാണ് പണ്ട് അമ്മ തനിക്കെഴുതിയ എഴുത്തുകൾ കവിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കവിയുടെ അമ്മയുടെ മനസ്സിന്റെ മുദ്രകളാണ് ഈ എഴുത്തുകൾ. ആ കത്തുകളെ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ എന്നും വിശേഷിപ്പിക്കുന്നു. അമ്മ കുഞ്ഞിന് ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിനു വേണ്ടി മുലപ്പാൽ പകർന്നു കൊടുക്കുന്നത് പോലെ ബുദ്ധിയും മനസ്സും വികസിച്ച് സംസ്കാരം നേടുന്നതിനായി കത്തുകളിലൂടെ അറിവ് പകർന്നു കൊടുക്കുകയാണ് അമ്മ ചെയ്യുന്നത്. വീടിന് മോടി കൂട്ടുന്ന നേരത്ത് അത് ഓരോന്നായി അടുക്കി ഒതുക്കി വെക്കുകയാണ് കവി. പട്ടണത്തിൽ നിന്ന് വാങ്ങിയ കളിക്കോപ്പുകളും അലങ്കാര വസ്തുക്കളും കൊണ്ട് ചില്ലുപെട്ടികൾ നിറഞ്ഞു തങ്ങി. അമ്മയുടെ കത്തുകൾക്ക് അവിടെ സ്ഥാനമില്ലാതായി. ആ എഴുത്തുകൾ അത്രമേൽ പ്രിയങ്കരമാണെങ്കിൽ ചായ്പിലെ കാൽപ്പെട്ടിക്കുള്ളിൽ തന്നെ വെച്ച് താഴിട്ട് സൂക്ഷിച്ചുകൊള്ളൂ, കുട്ടികൾ കാണേണ്ട എന്ന് ഭാര്യ പറയുന്നു. ആധുനിക ജീവിതത്തിന്റെ പ്രതിനിധിയായ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയുടെ ഇഷ്ടമാണ് തന്റെയും ഇഷ്ടം എന്ന് കവിക്ക് പറയേണ്ടി വരുന്നു. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമി ചിത്രലേഖത്തിന്റെ താളുകൾ. അമ്മതൻ വാത്സല്യമുത്കണ്ഠ സാരോപദേശങ്ങൾ. വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാടുകൾ, നാവേറുമന്ത്രം, നറുക്കിലപ്പൂവുകൾ. നീർവീഴ്ചയാറ്റാൻ മരുന്നു കുറിപ്പുകൾ നാദമായി വന്നെന്റെ നാവിലെത്തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ. ഇവിടെ കഴിഞ്ഞ കാലത്തെ ജീവിത ചിത്രങ്ങളാണ് കവിയുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. അമ്മയുടെ എഴുത്തുകൾ കൗതുകമുള്ളതും കവിയോട് സംസാരിക്കുന്നവയുമാണ്. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളും ഉപദേശങ്ങളും മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും കവി ആ കത്തുകളിലൂടെ അനുഭവിച്ചറിയുന്നു. സാരോപദേശങ്ങളും വേദനയും പ്രാർത്ഥനയും ആ കത്തുകൾ കവിക്ക് പകർന്നു നൽകി. നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കുകളും ഊട്ടുത്സവങ്ങളും ആ കത്തുകളിലൂടെ കവി എപ്പോഴും അറിഞ്ഞുകൊണ്ടിരുന്നു. വിതപ്പൊലി പാട്ടുകളായും നാവേറു മന്ത്രങ്ങളായും രോഗങ്ങൾക്കുള്ള നാട്ടുചികിത്സയുടെ കുറിപ്പുകളായും ആ കത്തുകൾ കവിയുടെ കാതുകളിൽ മന്ത്രിച്ചു. അമ്മയുടെ എഴുത്തുകൾ നാദമായി വന്ന് കവിയുടെ നാവിലെ തേനായി പിന്നേത് നാഭിയിലോളം സ്പന്ദനം ഉണ്ടാക്കുന്നു. താൻ ആദ്യം കേട്ടതും ആദ്യം മൊഴിഞ്ഞതും പൊക്കിൾക്കൊടിയിലൂടെ അമ്മ പകർന്നു തന്ന മാതൃഭാഷ തന്നെയായിരുന്നുവെന്ന് കവി ഓർമ്മിക്കുന്നു. ഓരോന്നിനോരോ മൊഴിച്ചന്തം, അമ്മയാം നേരിന്റെ ഈണവും താളവും ഇമ്പവും. അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകുമോർമ്മ
തൻ ഭൂമിയും. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടുവായിച്ചാല ശുദ്ധമെന്നോതി നീ. എന്തു നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര സൃഷ്ടി നിന്നിഷ്ടമാണെൻ്റെയും. അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആതിഥ്യശാലയിൽ ശോഭനം. അമ്മയുടെ എഴുത്തുകൾ ഓരോന്നും വ്യത്യസ്തമായ ചന്തമുള്ള മൊഴികളിലായിരുന്നു. ഓരോ മൊഴിയും അമ്മയെന്ന മാതൃഭാഷയുടെ നേരിന്റെ ഈണവും താളവും ഇമ്പവും നിറഞ്ഞതാണ്. അമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന മാതൃഭാഷയുടെ മാതൃത്വത്തിന്റെ സ്പർശാനുഭവങ്ങളാണ് ഈ എഴുത്തുകൾ. വികാരാവിഷ്കരണത്തിൽ മാതൃഭാഷയ്ക്കുള്ള സാധ്യതയാണ് കവി ഇവിടെ പരാമർശിക്കുന്നത്. കുട്ടികൾ കണ്ടാൽ വായിച്ചാൽ നശിപ്പിച്ചു കളഞ്ഞേക്കുമെന്ന് പറഞ്ഞ അമ്മയുടെ കത്തുകൾ ഈ പെട്ടിക്കുള്ളിൽ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ എന്ന് കവി തീരുമാനിക്കുന്നു. എത്ര നവീനവും ശ്രേഷ്ഠവുമാണ് നിന്റെ കാഴ്ചപ്പാട്, നിന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. ഭാര്യയുടെ തീരുമാനത്തെ കവി പരിഹാസ രൂപേണ പ്രശംസിക്കുകയാണ്. അമ്മയുടെ എഴുത്തുകളൊക്കെയും അമ്മയുടെ സ്മൃതിയിൽ തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്ത് നിർമ്മിച്ച അമ്മയുടെ രൂപം തന്നെ ആതിഥ്യമുറിയിൽ ശോഭിക്കട്ടെ എന്നാണ് കവി ഭാഷ്യം. കുട്ടികൾ മാതൃഭാഷ പഠിക്കേണ്ട എന്നും ആംഗലേയ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കണമെന്നും കവിയുടെ ഭാര്യ ആഗ്രഹിക്കുന്നു. ജീവിതത്തിനും ഭാഷയിലും അധിനിവേശത്തിന്റെ യുക്തികൾ എത്ര തന്ത്രപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കാട്ടിത്തരുന്ന സന്ദർഭമാണിത്. പൊക്കിളിൻ വള്ളിയടർത്തിക്കളഞ്ഞു നിൻ പൊൽക്കരൾ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നെപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. എങ്കിലും അമ്മയൊരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നിടക്കിടെ. അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം ഉപേക്ഷിച്ച് ഭാര്യയുടെ മനസ്സിൽ പ്രവേശിച്ചപ്പോൾ മുതൽ കവിക്ക് പഴയ കാലത്തിന്റെ മധുരമോർത്ത് കൊതിയൂറുന്ന ശീലം നഷ്ടമായി. എങ്കിലും അമ്മ ഒരു സ്മരണയായി ഇടയ്ക്കിടെ മനസ്സിൽ മൂളുന്ന ആദിമ സംഗീതമായി ഇന്നും കവിയിൽ കുടിയിരിക്കുന്നു. ഇവിടെ അമ്മയുമായുള്ള കവിയുടെ പൊക്കിൾക്കൊടി ബന്ധം മാതൃ സംസ്കാരത്തെയും കവിയുടെ ഭാഷാ സംസ്കാരത്തെയും അന്യോന്യം ബന്ധിപ്പിക്കുന്നു. മാതൃ സംസ്കാരത്തിന്റെ മുലപ്പാൽ പകർന്നു നൽകിയ മാതൃഭാഷാ മാധുര്യത്തെ നാം മറന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിത്വം തന്നെ നഷ്ടമാകുന്നു. അമ്മയൊരോർമ്മയി പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വനപ്രാചീന നീലയിൽ മങ്ങിയമർന്നതാമോർമ്മ വല്ലപ്പോഴും. നമ്മളോർത്താലുമില്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമ രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും. അങ്ങനെയാണെങ്കിലും കവിക്ക് അമ്മ ഒരു ഓർമ്മയാണ്. പുത്തൻ പ്രകാശങ്ങൾ ജന്മമെടുക്കുന്ന പ്രാചീന നീലിമയിൽ മങ്ങിയമർന്നു പോയ ഒരു ഓർമ്മ. കവിയുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന ആധുനിക കാലത്തിന്റെ പുത്തൻ പ്രലോഭനങ്ങളാണ് ഈ പുത്തൻ പ്രകാശങ്ങൾ. പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങുമ്പോഴും മങ്ങിയമർന്ന ഒരു ഓർമ്മയായി അമ്മ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അമ്മയെ നാം ഇടയ്ക്കിടെ ഓർത്താലും ഇല്ലെങ്കിലും നമ്മുടെ പിന്നിൽ കാവലായി കുളിർമയായി അമ്മയുടെ ഓർമ്മകൾ പറന്നെത്തുന്നു. അമ്മയുടെ ഓർമ്മകൾ നമ്മുടെ രക്തത്തിലെ ചൂടും നന്മയും താളവുമായി എല്ലാം നിലകൊള്ളുന്നു.
രക്തത്തിന്റെ ചൂട് ഇല്ലാതായാൽ മനുഷ്യന് ജീവിതമില്ല. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതായാലും അതുതന്നെയാണ് അവസ്ഥ. മാതൃഭാഷ നഷ്ടപ്പെടുന്ന മനുഷ്യന് അവന്റെ അസ്തിത്വമാണ് നഷ്ടപ്പെടുന്നത്. അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. ആരു വായിക്കുമീ മായുമെഴുത്തുകൾ, ആരുടെ നാവിലുയിർക്കുമീ ചൊല്ലുകൾ? നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ, ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ? മനുഷ്യൻ ഏതൊക്കെ ഭാഷ പഠിച്ചാലും അവന്റെ ഉള്ളിൽ മാതൃഭാഷ എല്ലാ കാലവും നിലകൊള്ളും. പൊക്കിൾക്കൊടിയിലൂടെ വളർന്ന ആ ബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ അമ്മയായും മാതൃഭാഷ മാതൃഭാഷയായും നിലനിൽക്കട്ടെ. പരിഷ്കാരിയായ ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെയും പരിഷ്കാരത്തിന്റെ ഭാഷയെന്ന് കരുതുന്ന ഇംഗ്ലീഷിന് വേണ്ടി മാതൃഭാഷയെയും മനുഷ്യൻ ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എഴുത്തുകൾ ഇനി ആരാണ് വായിക്കുക? ആരുടെ നാവിനാണ് മാതൃഭാഷാ പദങ്ങൾ ജീവനിട്ട് ഉയർത്തെഴുന്നേൽക്കുക? ഞങ്ങൾ ആരുടെ കുട്ടികളാണെന്ന് ഇനി വരും തലമുറ സംശയിച്ചേക്കാം. ആരാണ് തങ്ങളെ നൊന്തുപെറ്റതെന്ന് അവർ ചോദിക്കുമോ? സംസ്കാരത്തിന്റെ കണ്ണികൾ അറ്റുപോകുന്ന പുതുതലമുറയ്ക്ക് സംഭവിച്ചേക്കാവുന്ന ദുരവസ്ഥയോർത്ത് കവി വേവലാതിപ്പെടുന്നു. തായ്മൊഴി തന്നീണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ? തായ് മനസ്സിന്റെ തുടിപ്പുകളെങ്ങനെ, തായ് ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ? താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ, താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ? ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? തായ്മൊഴിയുടെ ഈണം എങ്ങനെയാണ്? തായ്മൊഴി നാവെടുത്ത് ഉച്ചരിക്കുന്നതെങ്ങനെ? തായ്മൊഴിയിൽ ചിന്തിക്കുന്നതെങ്ങനെ? തായ് മനസ്സിന്റെ തുടുപ്പുകൾ എങ്ങനെ? തായ്ച്ചൊല്ലിൽ ഊറുന്ന താളങ്ങൾ എങ്ങനെ? താരാട്ടിൽ ഓലുന്ന മാധുര്യം എങ്ങനെയാണ്? താൻ തന്നെ വന്ന് പിറന്നതെങ്ങനെയാണ്? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ പുതുതലമുറയുടെ ഉള്ളിൽ ഉദിച്ചേക്കാം. കാരണം വേറിട്ട ഒരു തലമുറയെയാണ് നാം വളർത്തിക്കൊണ്ടുവരുന്നത്. കവിയുടെ തലമുറയിലുള്ളവരുടെ ഓർമ്മയിലെങ്കിലും തായും തായ്മൊഴിയും തങ്ങി നിൽക്കുന്നുണ്ട്. ഇനി നാളത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒന്ന് ഓർമ്മിക്കാൻ പോലും അമ്മയോ തായ്മൊഴിയോ വേണ്ടായിരിക്കുമോ എന്ന് കവി വ്യാകുലപ്പെടുന്നു.